ഹായ് മകളെ, SSLC പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. സോ ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. A+ ചോദ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സോ എല്ലാ SSLC വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാരത്തോണിലേക്ക് എല്ലാവരോടും വരാൻ പറയുക. മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റുകൾ നിറയ്ക്കുക. വിഷു ആദബാസ് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ രീതിയിൽ ഒരു ചോദ്യം 5 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ വന്നാൽ ഒരു പണിയില്ല, വളരെ സിമ്പിളാണ്. ഈ കാണുന്ന ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ രണ്ട് സ്ഥലത്തും 60 ഡിഗ്രി എഴുതി കൊടുക്കുക. 60 ഡിഗ്രി 60 ഡിഗ്രി. അപ്പോൾ ഇത് 60 60 120 ആണ്. സോ ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ചോദ്യം ചോദിക്കുന്നത് ഈ കാണുന്ന 3 ആംഗിൾ കണ്ടുപിടിക്കാനായിരിക്കും. അടുത്തത് 50 ഡിഗ്രി എടുക്കുക, നേരെ ഓപ്പോസിറ്റ് രണ്ട് സ്ഥലത്തും 50 ഡിഗ്രി എഴുതുക. എന്നിട്ട് ഇത് രണ്ടും 50 ആണെങ്കിൽ ഇത് 100, അപ്പോൾ ഇത് 80 ഡിഗ്രി ആയിരിക്കും. മൊത്തം 180. സോ ഓൾറെഡി 60ഉം 80ഉം കിട്ടി, 140 ആണ്. സോ ഈ കാണുന്ന ആംഗിൾ 40 ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന 2 ആംഗിൾ കിട്ടാൻ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. ഈ 2 ആംഗിളും ഈക്വൽ ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ കാണുന്ന രണ്ടും കൂടി കൂട്ടിയാൽ 140 ഡിഗ്രി കിട്ടും. സോ ഓരോ ആംഗിളും 70 ഡിഗ്രി ആയിരിക്കും. 70 ഡിഗ്രി. സോ ഇത് 70 ആണെങ്കിൽ ഇത് 70 ഡിഗ്രി. അങ്ങനെ തിരിച്ച് നമുക്ക് എന്താക്കാം, ചോദ്യം ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. ഒന്നുകിൽ തിരിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതായിരിക്കും, ഉള്ളിലത്തെ കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉള്ളിലത്തെ തന്നിട്ട് പുറമെ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പം പുറമത്തെ തന്നിട്ട് ഉള്ളിലത്തെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, രണ്ടും ഈക്വൽ ആയിരിക്കും. എന്നിട്ട് ഇത് എഴുതുക. തിരിച്ചാണെങ്കിൽ ഇവിടെ നേരെ ഇങ്ങോട്ട് എഴുതുക, ഈക്വൽ, സിമ്പിൾ. അപ്പം ഈ കാണുന്ന 5 മാർക്കിൻ്റെ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുന്നു മക്കളെ. ഈ രീതിയിലും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചോദ്യമായിരിക്കും. സൈക്ലിക് കോർഡിലേറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാണുന്ന പുറത്തുള്ള ആംഗിൾ ഇതിൻ്റെ അകത്തുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളിന് ഈക്വൽ ആയിരിക്കും എപ്പോഴും, ഏത് ചോദ്യമാണെങ്കിലും. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ABC എത്ര എന്നാണ്. ABC എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 180 ഡിഗ്രിയാണ്. സോ 75 180 75 കുറച്ചാൽ 105 ഡിഗ്രി കിട്ടും, 105. അതായത് BCD എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളാണ് BCD. ഇത് സൈക്ലിക് ആണ് അഥവാ ചക്രീയമായതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. സോ 180 - 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യമുണ്ട്, ആംഗിൾ ADC എത്ര. മക്കളെ, ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. ഒന്നെങ്കിൽ ഇത് 105 ആണെന്ന് അറിയാം. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ 75 കിട്ടും. സോ ഈ കാണുന്ന ആംഗിൾ 105 എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്രയാണോ ആ സെയിം ആംഗിൾ ആയിരിക്കും ഇതിൻ്റെ പുറത്ത് വരുന്ന ആംഗിൾ. അങ്ങനെ ഒറ്റയടിക്കും ആൻസർ ചെയ്യാം. ഈ കാണുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്ന ആംഗിൾ സെയിം ആയിരിക്കും. സോ 105. ആൻഡ് ADQ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോറി, ADQ അല്ല 105, ADQ ആണ് കേട്ടോ 105. ADC ആണ് ചോദിച്ചത്. ADC തിരിച്ച് ADC എന്ന് പറഞ്ഞാൽ ഇത് 75. അത് ഈ കാണുന്ന ആംഗിൾ. ഓക്കെ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതുപോലെ ചിത്രം വന്നുകൊണ്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. സോ ഇതേപോലെ ഈ കാണുന്ന ആംഗിൾ അല്ലെങ്കിൽ ഈ കാണുന്ന ചിത്രം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പൊതുവെ ഫസ്റ്റ് ടേമിനാണ് കൂടുതലും കണ്ടുവരാറുള്ളത് എന്ന് കരുതി ലാസ്റ്റ് ടേമിൽ അഥവാ നമ്മളെ മോഡൽ എക്സാമിനോ പബ്ലിക് എക്സാമിനോ ഇത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ സിമ്പിളാണ്. ഈ കാണുന്ന ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കാണുന്ന ആംഗിളും 80 ഡിഗ്രി ആയിരിക്കും. സോ ഓൾറെഡി ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. സോ ഈ കാണുന്ന ആംഗിൾ 50 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. മക്കളെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു പോയിന്റിലേക്ക് എത്തുന്ന ഈ പോയിന്റിലെത്തി, ABയിലേക്ക് എത്തി. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു പോയിന്റിലേക്ക് എത്തുന്ന എല്ലാ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Aയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് Bയിലെത്തി. സോ ഈ കാണുന്ന ആംഗിളും സെയിം ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ 50 ഡിഗ്രി. അങ്ങനെ വേറെ എന്തെങ്കിലും ആംഗിൾ ഉണ്ടോ നോക്കുക. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുന്ന ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. സോ ഈസി. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയാൽ മക്കളെ, ഇവിടെ 45 ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു ആംഗിളും കൂടി ഉണ്ട്. ഇവിടെ വരുന്ന 45 ഡിഗ്രി ഇവിടെ വരുന്ന 45 ഡിഗ്രിക്ക് ഈക്വൽ ആണ്, 45 ഡിഗ്രി. നമുക്കറിയാം ഇത് സൈക്ലിക് അഥവാ ചക്രീയമായതുകൊണ്ട് ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും. സോ ഇത് 50 45 95 ആണ്. സോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 85 ഡിഗ്രി കിട്ടണം, എന്നാലേ 180 ആവുള്ളൂ. സോ 85 കിട്ടണമെങ്കിൽ ഇത് 55 ഡിഗ്രി. ഇഫ് ഇറ്റ് ഈസ് 55 ഡിഗ്രി, ഇത് 55 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 55 ആയിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. കാരണം ഇത് ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. മക്കളെ, ഇതുപോലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ മാരത്തോൺ ക്ലാസ്സുകളിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. സോ മാക്സിമം എല്ലാ SSLC കുട്ടികളെയും കൂട്ടിയിട്ട് വേണം നിങ്ങൾ നമ്മുടെ മാരത്തോണിൽ വരാൻ. നമുക്കൊരു അടിപൊളി ലൈവാക്കി മാറ്റേണ്ടതുണ്ട്. സോ അടുത്തൊരു ചോദ്യം, ഈ കാണുന്ന ആംഗിൾ എത്ര? ഇത് 50, ഇത് 55, 105 ആണ്. സോ ഈ കാണുന്ന ആംഗിൾ 75 ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും 75.
സോ ഈ കാണുന്ന ആംഗിൾ 105 ഡിഗ്രി കിട്ടും, കാരണം ലീനിയർ പെയറാണ്, രേഖീയ ജോഡി. സോ ഇതും 105 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്തൊരു ചോദ്യം ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിലപ്പോൾ ഇതേ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ വന്നേക്കാം, ഈ രീതിയിൽ സെൻട്രൽ ആംഗിൾ. നമുക്ക് ഓരോ ചോദ്യവും നോക്കാം. ആംഗിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യത്തെ ചോദ്യം CBO എത്ര എന്നാണ്. മക്കളെ റീസൺ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഇത് രണ്ടും റേഡിയസ് ആയതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ ഈക്വൽ ആണ്. സോ 40 ഡിഗ്രി ആണ്. അടുത്ത ചോദ്യം ആംഗിൾ BOC എത്ര. നമുക്കറിയാം ഇത് സെൻട്രൽ ആംഗിൾ ആണ്. 40ഉം 40ഉം 80 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 100 ഡിഗ്രിയാണ്, 100 ഡിഗ്രി BOC. അടുത്ത ചോദ്യം ആംഗിൾ BAC എത്ര എന്നാണ്. സോ ഈ കാണുന്ന സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഈ കാണുന്ന ആംഗിൾ. ഇത് 2 മാർക്കിന്റെ ചോദ്യ പേപ്പറിൽ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു ചോദ്യമുണ്ട് ആംഗിൾ BDC എത്ര. ആംഗിൾ BDC എന്ന് പറഞ്ഞാൽ എത്രയാണ്. ഈ കാണുന്ന ആംഗിൾ ആണ്, ദാറ്റ് ഈസ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. സൈക്ലിക് ആണ്. സോ ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്. ഇത് 50 ആയതുകൊണ്ട് ഇത് 130 ആണ്. ഇനി ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഞാനൊരു ചിത്രം കൂടി വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ടാൻജന്റ് കൂടി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ചോദ്യ പേപ്പറിന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ കാണുന്ന S എന്ന് പറയുന്ന ഈ കാണുന്ന ആംഗിൾ എത്രയാണെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ, വാട്ട് ഈസ് ആംഗിൾ CSB. മക്കളെ ഈ ചിത്രത്തിനകത്ത് 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഒന്ന് ഈ കാണുന്നതാണ് ചക്ര ചതുർഭുജം, രണ്ടാമത് ഈ കാണുന്നതാണ്. സോ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും. ദാറ്റ് ഈസ് ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും, 80 ഡിഗ്രി. അടുത്തതായിട്ടുള്ള എൻ്റെ ഒരു ചോദ്യം, ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രി എന്നാണ്. ഈ കാണുന്ന ആംഗിൾ BCS. ആംഗിൾ BCS വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ BCS എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു റേഡിയസും ഒരു ടാൻജന്റും അഥവാ ഒരു തൊടുവരയും ഒരു ആരവും എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ ഓൾറെഡി 40 ഉണ്ട്. സോ ഈ കാണുന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. ഇനി അല്ല എങ്കിൽ ഈ കാണുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റിൽ 2 സ്ഥലത്തും വരുന്നത് 50 ഡിഗ്രി ആയിരിക്കും. സോ 50 ഡിഗ്രി. അടുത്തൊരു ചോദ്യം മക്കളെ, വാട്ട് ഈസ് ആംഗിൾ DCS. ആംഗിൾ DCS എത്ര. DCS എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളാണ്. സോറി അത് വേണ്ടല്ലേ. ഓക്കെ, അത് കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ കൂടി തരും കേട്ടോ. DC = DB ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്ര ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ DC = DB ആണെങ്കിൽ ഇത് 130 ആയതുകൊണ്ട് ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ്. സോ 25 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇത് 65 ആയതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ ഇത് 25 കിട്ടും. ഓക്കെ, അത് വേണ്ട. ഓക്കെ, ഇത്ര മതി. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഇനി 3 ചിത്രങ്ങൾ കൂടി നിങ്ങൾക്ക് കാണിക്കാനുണ്ട് മക്കളെ. നിർബന്ധമായിട്ട് വീഡിയോ മുഴുവനും കാണുക. ഇമ്പോർട്ടൻ്റ് ആയുള്ള എല്ലാ ചോദ്യങ്ങളും ഇവിടെയുണ്ട്. ഈ കാണുന്ന രീതിയിലൊരു ചോദ്യം ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്നില്ല. ഇതിന് ആൻസർ നിങ്ങൾ ഓരോന്നും കമൻറ്റ് ചെയ്യുക മക്കളെ. ഈ കാണുന്ന ചിത്രം ഞാൻ അല്പം കൂടി നീട്ടിയിട്ട് ഒരു ചോദ്യം കൂടി ഇതിലേക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ചെയ്ത അതേ മോഡൽ ചോദ്യമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആംഗിൾ Q കൂടി ഇടാം. AQB എത്ര എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. യെസ്, ഇത് നിങ്ങൾ ചെയ്തൊക്കെ ഈ 4-5 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം 2024 ഡിസംബർ മാസം ചോദിച്ചൊരു ചോദ്യമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യും. ഇൻ ദ ഫിഗർ O ഇസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. O എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. ABCDR പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. ഇത് 4 ഓൺ ദി സർക്കിളിൻ്റെ പോയിന്റ് ആണ്. ആംഗിൾ ABO = 20 ഡിഗ്രി. ഈ കാണുന്ന ആംഗിൾ 20 ഡിഗ്രി ആണെന്നിട്ടുണ്ട്. ABയും ADയും ഈക്വൽ ആണ്. സോ നമുക്ക് മനസ്സിലായി ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. സോ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും ഈ കാണുന്ന ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആംഗിൾ ADC = എത്ര. ഇവിടെ ആകെ തന്നത് 20 ഡിഗ്രി ആണ്. സോ ADC എത്ര നോക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കണം. ADC O എന്ന് പറയുന്നത് സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഈ കാണുന്നത് ഡയമീറ്റർ ആണ് അഥവാ വ്യാസമാണ്. സോ ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും ADC. ഇവിടെ ഏരിയ നിങ്ങൾ നോക്കണ്ട കേട്ടോ, 90 ഡിഗ്രി. കാരണം ഡയമീറ്റർ അഥവാ വ്യാസവും ഓൺ ദി സർക്കിൾ പോയിന്റ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, വാട്ട് ഈസ് ആംഗിൾ AOB. AOB എന്ന് പറഞ്ഞ ആംഗിൾ എത്ര എന്നാണ്. സോ ഇത് നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് 20 ഡിഗ്രിയാണ്. സോ ഇതും 20 ഡിഗ്രിയാണ്. കാരണം ഐസോസ്ലെസ് ആണ്, റേഡിയസ് ആണ്. സോ ഈ കാണുന്ന ആംഗിൾ 140 ഡിഗ്രിയാണ്. 140 ഡിഗ്രി. അടുത്ത ആംഗിൾ ADB. മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എയിൽ നിന്ന് ഓയിൽ പോയി ബിയിലേക്ക് എത്തുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. ആ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ADB എന്ന് പറയുന്നത്. അതായത് 140ൻ്റെ പകുതി ആയിരിക്കും ADB ഉണ്ടാവുക. സോ 70 ആണ്. അതായത് ACD എത്ര. ACD ഈ കാണുന്ന ആംഗിൾ എത്ര എന്നാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക.
അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ കാണുന്ന ആംഗിൾ മൊത്തത്തിൽ 90 നമുക്കറിയാം. ഈ കാണുന്ന ആംഗിൾ എത്ര നമുക്കറിയോ? ഇത് 140 സോ നമ്മോട് ചോദിച്ചത് ACD എത്ര എന്നാണ്. ഈ കാണുന്ന ആംഗിൾ. അപ്പോൾ നമുക്കറിയാവുന്ന ആംഗിളുകളൊക്കെ എഴുതിയെടുക്കാം. ഇത് 90, ഇത് 70, ഇത് 20. മക്കളെ, നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലേ, ആ ട്രയാങ്കിളിൻ്റെ സെൻട്രലിൽ നിന്നും നമ്മൾ ഒരു കോഡിലേക്ക് ഒരു വര വരക്കുകയാണെങ്കിൽ അത് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. സോ ഈ ലൈൻ 90 ഡിഗ്രി ആയിരിക്കും, ഈ ലൈനും 90 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 20, ഇത് 90. 20ഉം 90 എത്ര? 110 ഡിഗ്രിയാണ്. സോ ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും, 70 ഡിഗ്രി. സോ ACD = 70 ഡിഗ്രി. ആ കോൺസെപ്റ്റ് തന്നെ ഇത്രേ ഉള്ളൂ മക്കളെ. ഇപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ എടുത്തു, അവിടെ നമ്മൾ ഐസോസ്ലസ് ട്രയാങ്കിൾ എടുത്തു. സെൻട്രലിൽ നിന്നും നമ്മൾ കുത്തനെ ഒരു വര വരയ്ക്കുന്ന സമയത്ത്, കുത്തനാന്നില്ല, കറക്റ്റ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് 90 ഡിഗ്രി. സെൻറ്ററിൽ നമ്മൾ വരയ്ക്കുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ആ 90 ഡിഗ്രിയാണ് നമ്മളിവിടെ എടുത്തത്. സെൻട്രലിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന വേണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന ആംഗിൾ 40 എന്ന് എടുക്കാം. സോ ഇത് 70 ആണെങ്കിൽ വേണമെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 70 ആണ്. സോ ഈ കാണുന്ന ആംഗിൾ 30 എന്നെടുക്കാം. 30 അല്ല 50. സോ അതിൽ നമുക്ക് കിട്ടി 40, 50, 90. സോ ഈ കാണുന്ന ആംഗിൾ 90. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഐ റിപ്പീറ്റ് അഗൈൻ. ഈ കാണുന്ന ആംഗിൾ 70 ഡിഗ്രിയാണ് നമുക്കറിയാലോ, സംശയമൊന്നുമില്ലല്ലോ. 140 മതി. ഇതും എത്രയാണ്? 70 ഡിഗ്രിയാണ്. ഇതും 70 ഡിഗ്രിയാണ്. കാരണം ADയും DBയും ഈക്വൽ വന്നിട്ടുണ്ട്. സോ ഇത് 20 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 50 ആണ്, 70. അപ്പോൾ ഈ 50യും ഈ കാണുന്ന ടോട്ടൽ 180 ആണ്. ഈ 40യും കൂട്ടി എത്ര കിട്ടും? 90 കിട്ടും. ഇത് 90 ആണ്, ഇതും 90, ഇതും 90, ഇതും 90, ഇതും 90. അപ്പോൾ ഇത് 90 എന്ന് കിട്ടി. ഓൾറെഡി ഇവിടെ എത്രയാണെന്നറിയാം? 20 കാരണം ഇത് ടോട്ടൽ 90. അപ്പോൾ 70ഉം 20ഉം. സോ ഈ കാണുന്നത് 70 ഡിഗ്രി എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ചെറിയൊരു A+ ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഏത് രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം ആ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മക്കളെ. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയണം. ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് BPQ? BPQ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആംഗിൾ? BPQ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ എത്രയാണ് പറയാൻ പറ്റുമോ നിങ്ങൾ? ഈ കാണുന്ന ആംഗിൾ 70 ഡിഗ്രി ആയതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ 110 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ 180. അതേ ആംഗിൾ OPQ, മക്കളെ അറിയാത്ത ആളുകൾ എഴുതിച്ചോളൂ. OPQ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ കറക്റ്റ് പകുതിയാക്കും. മൊത്തം 110 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 55 ഡിഗ്രിയാണ്, 55 ഡിഗ്രി. അടുത്ത ആംഗിൾ OQP എന്ന് പറഞ്ഞാൽ എത്രയാടാ? OQP എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. സോ ആ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് 70 ആണ്, ഇത് 50 ആണ്. 50, 70, 120. സോ ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രി. കാരണം ടോട്ടൽ 180 ആണ്. ഇത് 60 ആണെങ്കിൽ ഈ കാണുന്ന മൊത്തം ആംഗിൾ 120 ആണ്. ആ 120ൻ്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്, 60 ഡിഗ്രി. സോ ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രി, 60 ഡിഗ്രി. അടുത്തത് APOQ. നോക്കണേ മക്കളെ, APOQ. ഇത് സൈക്ലിക് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? പറ്റും. കാരണം ഇത് 70 ആണ്, ഈ കാണുന്ന ആംഗിൾ 55 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഒരിക്കലും എന്ത് കിട്ടൂല? 180 കിട്ടില്ല. സൈക്ലിക് അഥവാ ചക്രീയമാവണമെങ്കിൽ ഇതെന്തായിരിക്കണം? ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. സോ ഇത് ഇപ്പോൾ തന്നെ 120 ആയി, ഇത് 120 ആയി, ഇത് 125ൻ്റെ മുകളിലേ. രണ്ടുകൂടി കൂട്ടി ഒരിക്കലും 180 കിട്ടില്ല. സോ നോ, സൈക്ലിക് അല്ല, ചക്രീയമല്ല. എന്തുകൊണ്ടാ? ആംഗിൾ APO പ്ലസ് ആംഗിൾ OQO നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് റീസൺ എഴുതാൻ പറ്റും. സോ ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. എല്ലാ SH കുട്ടികൾക്ക് A+ കിട്ടട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എല്ലാവരും ലൈവിലേക്ക് വരിക. ബൈ.